മക്കളെ, ജെറുസലം വചന കൂടാരത്തിൽ നിന്ന് 3 മിനിറ്റിന്റെ പ്രയർ ലൈൻ ഇതാ നമ്മുടെ പക്കൽ ഓടിയെത്തുകയാണ്. ദാഹത്തോടെയല്ലേ നമ്മൾ കാത്തിരിക്കുന്നത്? ഇന്നത്തെ വചനം ഒരു അത്ഭുതം സൃഷ്ടിക്കുന്ന വചനമാണ്. രൂപരഹിതമായ ജീവിതത്തിന് രൂപം നൽകാൻ സഹായിക്കുന്ന വചനം. ഫലശൂന്യമായ ജീവിതത്തിന് ഫലം തരാൻ അനുഗ്രഹിക്കുന്ന വചനം. എല്ലാം തീർന്നുപോയി, തരിപ്പണമായി എന്ന് പറയുന്നവർക്ക് പുതുശക്തി ആർജിക്കുന്ന വചനം ഇതാ നിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നു. ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യം. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഇവിടെ മകളെ, ജീവിക്കുന്ന ദൈവത്തിന്റെ അരൂപിയായ പരിശുദ്ധാത്മാവേ, ഇന്ന് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സർവരെയും വിശുദ്ധീകരിക്കണമേ, അവിടുന്ന് വഴി നടത്തണമേ. പരിശുദ്ധാത്മാവായ ദൈവം നമ്മിൽ വന്ന് നിറഞ്ഞാൽ അനുഗ്രഹ അഭിഷേക വർഷമാരി ഉണ്ടാകും. ശ്ലീഹന്മാരിൽ വന്ന പരിശുദ്ധാത്മാവ്, പരിശുദ്ധ അമ്മയുടെ മേൽ വന്ന് നിറഞ്ഞ പരിശുദ്ധാത്മാവ്, അപ്പസ്തോലന്മാരിൽ വന്ന പരിശുദ്ധാത്മാവ്, വിശുദ്ധരെ വിശുദ്ധരാക്കിയ പരിശുദ്ധാത്മാവ്, പ്രവാചകരെ പ്രവാചകന്മാരാക്കി മാറ്റിയ പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റുക മാത്രമല്ല, സ്വർഗരാജ്യത്തിന്റെ സേനാനികളായി നമ്മൾ മാറും. ചില കുടുംബങ്ങൾ, ചില വ്യക്തികൾ, ചില തലമുറകൾ, ചില സമൂഹങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നത് കാണുന്നില്ലേ? പരിശുദ്ധാത്മാവ് എന്ന് നിറയുമ്പോഴാണ് നമ്മിലുള്ള തളർച്ചയും ദാരിദ്ര്യവും എല്ലാം മാറിപ്പോകുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവായ ദൈവമേ, ആത്മീയ കൊടുങ്കാറ്റയച്ച് ഞങ്ങളെ പൊക്കിയെടുക്കാനായിട്ട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് ഒരാളിൽ നിറഞ്ഞാൽ നന്മ തിന്മകളെ വിവേചിച്ചറിയാനുള്ള കൃപ കിട്ടും. പരിശുദ്ധാത്മാവിൽ നമ്മെ നിറഞ്ഞാൽ നന്മയിൽ ഉറച്ചു നിൽക്കാനുള്ള കൃപ കിട്ടും, പ്രാർത്ഥിക്കുവാനുള്ള കൃപ, സുവിശേഷ വേല ചെയ്യാനുള്ള ഒരു ദാഹം, വ്യക്തികളെയും കുടുംബങ്ങളെയും വിശുദ്ധിയിലും വിശ്വാസത്തിലും വളർത്താൻ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയണം. ഓർക്കണേ, മറക്കരുത്, ഒരു സാധാരണ മനുഷ്യനെ അസാധാരണ മനുഷ്യനാക്കി മാറ്റുന്നതാണ് പരിശുദ്ധാത്മാവ്. പല വിധത്തിൽ ആസക്തിയിൽ നിറഞ്ഞ മനുഷ്യനെ അഭിഷേകമുള്ളവരായി മാറ്റുന്നതാണ് പരിശുദ്ധാത്മാവ്. ഇന്നത്തെ വചനം ഏതെങ്കിലും തകർച്ചകളിലും അതുപോലെ അധോഗതിയിലുള്ളവർ പല പ്രാവശ്യം ആവർത്തിച്ച് പറയണേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അനുഗ്രഹിക്കണമേ. ഇന്നു മുതൽ 9 നാൾ ദിവസം ഒരു പ്രത്യേകമായ നിയോഗം നിങ്ങളുടെ മുറിയിൽ എഴുതി വെക്കുക. ഉണ്ണി ഈശോ പുൽക്കൂട്ടി പിറക്കുമ്പോൾ അത് നമുക്ക് സാധിപ്പിച്ചു തരട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും, ഈ കൂട്ടായ്മയോടും, ഇത് ഷെയർ ചെയ്യുന്ന സർവ്വ മക്കളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.